പ്രിയമുള്ളവരെ, ഇന്ന് 7/7/2025 തിങ്കളാഴ്ച 1200 മിഥുനമാസം 23-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ ദശാപഹാരകാലമെന്ന് പറയുന്നത് ശനിദശയിൽ ശുക്രൻ്റെ അപഹാരകാലമാണ്. തുടങ്ങിയത് 7/7/2025, അവസാനിക്കുന്നത് 13/1/2027 അവസാനിക്കുന്നതാണ്. അപ്പോൾ ശുക്രപഹാരകാലമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനുഷ്യന് നല്ല ഫലങ്ങളൊക്കെ വരുവാനും നല്ല അനുഭവങ്ങൾ വരാനും നല്ല രീതിയിലുള്ള ജീവിതങ്ങളൊക്കെ കാഴ്ചവെക്കാനുള്ളൊരു ഫലമാണ് ശുക്രപഹാരകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശനിദശയിൽ ശുക്രപഹാരകാലമാണ്. അപ്പോൾ ശനിയുടെ ചില ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, എള്ള് നിവേദ്യം നടത്തുക, ഭഗവാന് അഭിഷേകങ്ങളൊക്കെ നടത്തി കൊടുക്കുക. അത് കാഠിന്യങ്ങൾ കുറക്കുവാൻ വേണ്ടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ഗണമെന്ന് പറഞ്ഞാൽ ദേവഗണമാണ്. ഇവർ ചിങ്ങലഗ്നത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. വൃശ്ചികക്കൂറുകാരാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7, 1, 2, 4. ഇതിവരുടെ ഭാഗ്യസംഖ്യയാണ്. ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂരാടം, ഭരണി, പൂരം, ആയില്യം, രേവതി. ഇതൊക്കെയാണ് ഇവരുടെ ക്ഷേമ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾക്ക് കൊള്ളാവുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ക്ഷേമ നക്ഷത്രങ്ങൾ. ഇവരുടെ വിവാഹം നടക്കുവാൻ സമയങ്ങളെന്ന് വയസ്സെന്ന് പറഞ്ഞാൽ 18 വയസ്സ്, 19 വയസ്സ്, 21 വയസ്സ്, 24 വയസ്സ്, 26 വയസ്സ്, 29 വയസ്സ്, 30 വയസ്സ്, 34 വയസ്സ്, 38 വയസ്സിലൊക്കെ ഇവരുടെ വിവാഹം നടക്കണമെന്നാണ് ജാതകത്തിൽ പറയുന്നത്. ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് നല്ല രീതിയിലൊക്കെ ചിന്തിക്കുവാൻ, നല്ല രീതിയിൽ ചിന്തിക്കുന്നതിനപ്പുറമൊക്കെ നല്ല സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുവാനുള്ളതാണ്. ഇവർക്ക് 16 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ ശുക്രദശയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ അപഹാരകാലങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടാവുന്നത് പറഞ്ഞ് ക്ലിനിക്ക്, അധ്യാപനം, കോളേജ് ലെക്ചർ, പുരോഗമനശാസ്ത്രം, ജ്യോതിഷം, പോലീസ് സംബന്ധമായ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ്. ഇവർക്ക് വേഴന്മൗഢ്യമെന്ന് പറയുന്നു. എന്താ വേഴന്മൗഢ്യമെന്ന് വെച്ചാൽ വേഴന് വിലവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വിഷ്ണു ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ 4 പ്രാവശ്യം കൈതൊഴുത് സ്റ്റെപ്പ് വെച്ച് ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ എന്ന് 4 പ്രദക്ഷിണം വെക്കുക. ഭഗവാന് തുളസിമാല മേടിച്ചു കൊടുക്കുക. ഭഗവാന് പാൽപായസം കൊടുക്കുക. ഭഗവാന് തേനഭിഷേകം ചെയ്യുക. ഭഗവാന് കരിക്കഭിഷേകം ചെയ്യുക. ഭഗവാന് പാൽപായസവും അതുപോലെ തന്നെ ഭഗവാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും തൃപ്തിയാക്കി ഭഗവാനെ തൃപ്തിയോട് കൂട്ടി നിർത്തുവാൻ ഈ വേഴൻ്റെ ബലം നമ്മൾക്ക് കിട്ടുവാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഈ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് ശിവനാണ്. മഹാദേവനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവൻ. ഇവർക്കുണ്ടാകുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ നടുവേദന, ഗ്രഹരോഗം, മനോരോഗം, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൂടെ തന്നെ അവരുടെ ഇഷ്ടദേവനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം. മനസ്സിൽ എപ്പോഴും ഓം നമഃശിവായ എന്ന മൂലമന്ത്രം കൂടി ജപിക്കുക. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ജാതകത്തിൽ ഒരു ശകടയോഗം കാണുന്നുണ്ട്. ശകടയോഗം എന്നാൽ എന്താ? ആവശ്യമുള്ള പാട്ടിലും ആവശ്യമില്ലാത്ത പാട്ടിലും ഇവർ കേട് സംസാരിക്കും. അപ്പോൾ നമ്മൾ സംസാരത്തിൽ മിമിത്തം കാണിക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ദൈവം നമുക്ക് ഭാഗ്യം വെച്ച് നീട്ടുമ്പോൾ
നമ്മളത് മറ്റുള്ളവരുടെ പ്രാക്ക് മേടിക്കാതെയും നല്ല കർമ്മബോധത്തോടു കൂടി ജീവിക്കുവാനുള്ള ധാർമ്മികതയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള എല്ലാവരും തയ്യാറാകണം. വിവാഹ സമയത്ത് തന്നെ വിവാഹം നടത്തും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ എന്താകണം, എന്ത് പഠിക്കണം, എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല. നല്ല ജ്യോതിഷന്മാരെ കണ്ട്, പാണ്ഡിത്യമുള്ള ജ്യോതിഷന്മാരെ കണ്ട് തലക്കുറിയോ ജാതകമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് പുനഃപരിശോധിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂട്യൂബിയുടെ ലക്ഷ്യബോധമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിഭാഗാവശ്യങ്ങൾ നടക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ആർക്കും 10 പൈസ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കൂടിയുള്ള ഒരു സംഗതിയാണ് ഞാനിത് ഇണക്കുന്നത്. എല്ലാവരും എൻ്റെ യൂട്യൂബിൽ കയറി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളുടെ പേര്, നാൾ, വയസ്സ്, ചെയ്യുന്ന ജോലി, വിദ്യാഭ്യാസം, അതിനനുയോജ്യമായ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ആണും ചെയ്യും പെണ്ണും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പരസ്പരം കണ്ടുവിളിച്ച് നിങ്ങളുടെ വിവാഹം നടത്തുവാനുള്ള ഒരു സംരംഭമാണ് ഞാനിതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഇത് എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത് വിജയിപ്പിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾ സഹകരിക്കുക. എൻ്റെ കയ്യിൽ കുറേ കുട്ടികളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ആവശ്യം വന്നു കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇനിയും എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൈസയൊന്നും മുടക്കൊടിയില്ല, ചിലവൊന്നുമില്ല. ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വിളിച്ചാൽ നമ്പർ തരാം. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ എൻ്റെ വാട്സാപ്പിലിട്ടാൽ അത് ഞാൻ നോക്കിത്തരാം. നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടി എല്ലാവരും ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.